അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ഫുഡ് വ്ളോഗൊന്നുമല്ല, ഇതെൻ്റെ ഫ്രണ്ട്സുമാരുടെ കൂടെ നമ്മളൊരു അടിപൊളി ഗെറ്റ് ടുഗദർ ആക്കി. എൻ്റെ വീട്ടിൽ നിന്ന് അന്ന് നിങ്ങൾ കണ്ടില്ലല്ലോ, അതിനുശേഷം പിന്നെ നോമ്പല്ലേ വരുന്നത്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഒന്നും കൂടെ കൂടാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടിയതാണ്. അപ്പോൾ ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും പെട്ടി തുറന്നതാണ്. പെട്ടി തുറന്നപ്പോൾ പൂക്കൾ വിരിയണം, അങ്ങനത്തെ ഒരു ഗെയിമാണ്. അപ്പോൾ ഓരോരാളെ വീട്ടിൽ നിന്ന് പൂക്കളുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതൊക്കെ വാരി വലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ദുബായിൽ നിന്ന് വന്ന പെട്ടി പോലെയാണ് ഓരോരാൾ വന്നത്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ പൂക്കളുള്ള സാധനം കൊണ്ടുവന്നത് റഹനയാണ്. 35 ഐറ്റം സാധനങ്ങൾ ഇവൾ കൊണ്ടുവന്നിന്. അപ്പോൾ ഓള് വീട്ടിൽ എന്തെല്ലാം ഉണ്ട് ഫ്ലവറുള്ള എല്ലാ സാധനവും ഓള് കൊണ്ടുവന്നിന്. ദുബായിക്കകത്ത് വരുന്ന പോലെ ഓള് വന്ന്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ അവിടെ വണ്ടടിച്ചത്. കാരണം ഞാൻ ഈ ഫോണിൽ മെസ്സേജ് വന്ന് വാട്സപ്പിൽ മെസ്സേജ് വന്നതും ഇവരെ ഗെയിമിൻ്റെ ഒന്നും ഞാനറിയില്ല. ഞാൻ ഓരോരാൾ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ പെട്ടിയും കൊണ്ടല്ലേ വരുന്നത്. ഞാൻ അപ്പോഴല്ലേ അറിയുന്നത് ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഗെയിം ഉണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ, ഞാനാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ടാവുമായിരുന്നു. അതുകൊണ്ട് എന്തായി, ഞാൻ ഗെയിം നല്ലോണം ആസ്വദിച്ച് കണ്ടു. പിന്നെ അങ്ങനെ കുറേ സംസാരിച്ച് ചിരിച്ച് കളിച്ചു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും ഒത്തുചേരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷവും സമാധാനവും അല്ല ആ സമയങ്ങളിൽ ഉണ്ടാവാൻ. അപ്പോൾ നോമ്പ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ നോമ്പ് വരുമ്പോൾ ഇനിയിപ്പോൾ ആരും ആരെയും കാണൂലല്ലോ. പിന്നെ നമ്മൾക്ക് പറയാതിരിക്കാൻ വയ്യ മക്കൾ, അടിപൊളി ഫുഡായിരുന്നു. ഒരു പുതിയാപ്പിള സൽക്കാരത്തിന് നമ്മൾ ടേബിൾ എങ്ങനെ ഒരുക്കുക അതുപോലെ അസ്ഫ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വെറൈറ്റി എല്ലാം ഒന്നിനോടൊന്ന് നമുക്ക് ഉപമിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓളെല്ലാം അടിപൊളിയാക്കിയിട്ട് ചെയ്തു. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കാസ്ട്രോൾ ചിക്കൻ, ഇത് ഞാൻ പേരിട്ടത് കേട്ടോ. കാസ്ട്രോൾ ചിക്കൻ കാസ്ട്രോൾ ഇട്ട് വെച്ചുകൊണ്ട് അങ്ങനെ പേരിട്ടതാണ്. പിന്നെ മട്ടൻ സ്റ്റൂ, ചിക്കൻ സ്റ്റൂ, പിന്നെ മലായ് ചിക്കൻ, പിന്നെ മേത്തി ചിക്കൻ, ചിക്കൻ ഫ്രൈ, പിന്നെ നമ്മുടെ ബീഫ് കടായി, നീർദോശ, ചെമ്മീൻ പുട്ട്, പിന്നെ ഖമീറ, പിന്നെ ബിരിയാണി, അൽസ, മുട്ടമാലയുണ്ട് എടുക്കാൻ വിട്ടുപോയി. പിന്നെ അത് പിന്നെ സ്വീറ്റ്സിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നല്ല സുഖമായിട്ട് കഴിച്ചു. നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്താക്കി, നമ്മളെ കുട്ടികളെ സെക്ഷനിലേക്ക് പോയി, ഗെയിംസിലേക്ക് പോയി. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേ തലയിൽ വെക്കും, എന്നിട്ട് അതിൻ്റെ അകത്തൊരു നമ്മൾ വളയിടും. എന്നിട്ട് നമ്മൾ ഒരു പിടി കടലക്ക എടുത്തിട്ട് പിന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ട്രയലിടുമ്പോൾ ഈ വളൻ്റെ ഉള്ളിൽ എത്രത്തോളം കടല പോവും ആ ഏറ്റവും കൂടുതൽ കടല അതിൻ്റെ ഉള്ളിൽ പോയവർക്ക് ഫസ്റ്റ്. അപ്പം അങ്ങനെ ആ ഗെയിം നല്ല ആസ്വദിച്ചിട്ട് കളിച്ചു. പിന്നെ നമ്മുടെ മ്യൂസിക്കൽ ചെയറിന് പകരമുള്ള ഒരു ഗെയിമാണ് കേട്ടോ. ഇതിങ്ങനെ ഗ്ലാസ് ടേബിൾ മേലെ ഇങ്ങനെ വെച്ചിട്ട് മ്യൂസിക് ഇട്ടിട്ട് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസ് എടുക്കുക. അത് നല്ല രസമുള്ള ഗെയിമാണ്. ഒന്നും നമ്മുടെ വലിങ്ങനെ തടിയൊന്നും അനങ്ങുന്നില്ല കേട്ടോ, അതൊന്നും പാടില്ലേ. പക്ഷെ എല്ലാം കൂടിയിട്ടാകുമ്പോൾ നമ്മുടെ ഒരു ചെറുപ്പകാലങ്ങളിലേക്ക് പോയ പോലെ ഒരു ഫീല്. കാരണം എനിക്ക് ഗ്ലാസ് കിട്ടി, അല്ലെങ്കിൽ ഞാൻ അത്രയാക്കി, എനിക്കത്ര ഒരു ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒത്തുകൂടൽ എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും മറക്കാൻ പറ്റൂല ആ ഒരു ഗെയിമുകളും. പിന്നെ ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഒരു കുട്ടിക്കാലം കഴിഞ്ഞ് പിന്നെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല, ഈ ഗെറ്റ് ടുഗദർ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോഴുള്ള ഈ ഒരു പിന്നെ ഒത്തുചേരൽ വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയേണ്ടത്, നമ്മുടെ അസ്ഫാൻ്റെ വീട്ടിൽ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു അടിപൊളി കേക്ക് ഉണ്ടാവും. അതൊരു 1.5 കേക്കാണ്. അപ്പോൾ കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ചായൻ്റെ കടി ഉണ്ണിയപ്പം, ഉന്നക്കായി, കൽത്തപ്പം, എന്തപ്പം അതിൻ്റെ പേര്, അരീരം എന്തോ എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ പേരെന്താണെന്ന്. കാരണം അത് കണ്ണൂർക്കാരെ ഭയങ്കര സ്പെഷ്യൽ സാധനം കേട്ടോ. പക്ഷെ അതിൻ്റെ റെസിപ്പി എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വീണ്ടും ഇവർ സദ്യ വിളമ്പുന്നതാണോ എന്ന്? നോ, സദ്യയല്ല. കത്ത് പാട്ട് പാടി നടന്ന് ഓർമ്മ വരുന്നുണ്ടോ? ഒരു അടിപൊളി സംഭവം തന്നെ കേട്ടോ ഇത്. എന്താ ടേസ്റ്റ് എന്നറിയോ? ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫ്രൂട്ട്സ് കൊണ്ടുപോയി. കാരണം അവിടുന്ന് കട്ടിങ്ങും പിന്നെ അതൊരു ഭയങ്കര പിന്നെ ആർഭാടായി പോവും. അപ്പം നമ്മളെന്താക്കി എല്ലാവരും പോകുമ്പോൾ എന്തായാലും ഇത് ചെയ്യണമെന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കത്തലൊന്ന് പാടിയിട്ട് വരാമെന്ന്. അപ്പോൾ എന്താക്കി നമ്മളെല്ലാവരും ഫ്രൂട്ട്സ് കൊണ്ടുപോയി. ഇതിന് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ എല്ലാവരും ഓരോരാൾ കുറച്ച് കൊണ്ടുവന്നു. എന്നിട്ട് ഇലയും കൊണ്ടുവന്നു കേട്ടോ. കാരണം ഉള്ള വീട്ടിൻ്റെ മുറ്റത്തെ ഇലയൊന്നുമില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു 1.5 സംഭവം ഇതിൽ കച്ച പറഞ്ഞില്ലേ, അത് ഉണ്ടാക്കിയത് നമ്മൾ മുംതാസ് ചേട്ടാ. ഒരു അടിപൊളി സംഭവം കേട്ടോ. അതിൻ്റെ റെസിപ്പി എനിക്ക് ഇടണം, നോമ്പൊക്കെ കഴിയട്ടെ. 2 തരം കച്ചകളാണ് ഉണ്ടാകുന്നത്. ഒന്ന് മുളകിൻ്റെതും ഒന്ന് കുരുമുളകിൻ്റെതും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായിരുന്നു.
അങ്ങനെ ഇതൊക്കെ അങ്ങ് വിളമ്പി പിന്നെ നമ്മൾ ആ കച്ചൻ്റെ ആ ലിക്വിഡ് ഉണ്ടല്ലോ, ഇപ്പം തന്നെ എനിക്ക് പറയുമ്പം വായിന്ന് വെള്ളം പൊട്ടുന്നു. അപ്പം നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നാന്ന് പറഞ്ഞത് ഇത് കുരുമുളക് ഇങ്ങനെ വാട്ടി എന്നിട്ടൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു പിന്നെ ഒരു കുരുമുളകിൻ്റെ ഇത് എന്താക്കി കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റല്ലോ. അങ്ങനെ അത് കഴിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ആരാണ് നമുക്ക് മറന്നുപോയി കേട്ടോ. നമ്മൾ ആരാണ്, നമ്മളെ സ്റ്റാൻഡ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മറന്നുപോയി. കാരണം അടിച്ച് പൊളിച്ചങ്ങ് കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് രണ്ടും മിക്സാക്കിയപ്പോഴേ പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ മുറുക്കും പിന്നെ ലൊട്ടക്കച്ചും ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിച്ച് പൊളിച്ച് തിന്ന്. എനിക്ക് ഇത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, കഴിക്കുമ്പോൾ ഇവരൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഫുൾ വീഡിയോ ഇല്ലാണ്ടായിപ്പോയാൽ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ കേക്ക്, ഒരു അടിപൊളി കേക്ക് തന്നെ കേട്ടോ. പിന്നെ അടിപൊളി പുഡിങ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ജെബിയാണ് കൊണ്ടുവന്നത്. പിന്നെ ഡോണറ്റ്സ് ഇത് കൊണ്ടുവന്നത് നമ്മൾ മുന. എല്ലാം ഓരോരാൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാവരും ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല മക്കളെ. അപ്പോൾ ഇതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അടിച്ചു. പിന്നെ കുറേ കത്തി വെച്ചു. പിന്നെ നമ്മൾ തിരിച്ചു പോയി. കാരണം ഇതിന് അടുത്ത നോമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോമ്പ് ഒരു മാസമാണെങ്കിലും നമ്മൾ വിചാരിക്കുന്നതിന് നമ്മളിപ്പോഴൊന്നും കാണൂല, നമ്മളിപ്പോഴൊന്നും ഇനി ഇതുണ്ടാവില്ല എന്നുള്ള ആ ഒരു ടെൻഷനല്ല. പക്ഷെ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് നമ്മൾ വരുമ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നേ. ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു 5:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളി പരിപാടിയൊക്കെ കഴിച്ച് എല്ലാവരും ആസ്വദിച്ച് മുംതാസിൻ്റെ കേക്ക് മുറിച്ച് എന്നിട്ട് നമ്മുടെ വായിലൊക്കെ വെച്ച് തന്നു. എല്ലാം ഒരു രസമായിരുന്നു. എല്ലാവരും ഒരു കുട്ടിക്കാലത്തിലേക്ക് പോയ പോലെ ഫീൽ ചെയ്തു. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും നല്ല സ്നേഹമുള്ള ഫ്രണ്ട്സുമാരെല്ലാവരും എന്തിനും ഒരുമിച്ചിട്ടുണ്ടാവും. അൽഹംദുലില്ലാ, ഈ ഒരു സ്നേഹവും ഈ ഒരു ബന്ധവും എപ്പോഴും അള്ളാഹു നിലനിർത്തി തരട്ടെ. പിന്നെ ഉമ്മയും പിന്നെ ഉമ്മാൻ്റെ ഉമ്മക്ക് കുറേ ഫ്രണ്ട്സുമാരൊക്കെ കിട്ടി കേട്ടോ. അവിടുന്ന് അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അൽഹംദുലില്ലാ, നല്ല അടിപൊളി പരിപാടിയും ഇതുപോലെ ഒരുപാട് പരിപാടിക്ക് കൂടാൻ ഫ്രണ്ട്സുമാർ തമ്മിൽ നല്ല ബന്ധങ്ങൾ പുലർത്താനും അള്ളാഹു എത്തിക്കട്ടെ. അപ്പോൾ റംസാനല്ലേ വരുന്നത്, എല്ലാവർക്കും റംസാൻ കരീം. എല്ലാവരും റംസാനിൽ ദുആ ചെയ്യുമ്പോൾ നമ്മളെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.